നമസ്കാരം. തുടങ്ങിവച്ച പദ്ധതികളെല്ലാം വലിയ വിജയമാക്കിയ ചരിത്രമാണ് ലുലു ഗ്രൂപ്പിനുള്ളത്. ഏത് നാട്ടിൽ പുതിയ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടോ അവിടെയെല്ലാം തങ്ങളുടെ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കാൻ ലുലുവിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ 1-2 രാജ്യങ്ങളിലെ റീറ്റെയിൽ മേഖലയിൽ നിന്നും ലുലുവിന് അപ്രതീക്ഷിത തിരിച്ചടി നേരിടുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മലേഷ്യയിലാണ് ലുലു ഗ്രൂപ്പിന് ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനങ്ങൾ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നത്. ഏഷ്യൻ രാജ്യങ്ങളിലെ തങ്ങളുടെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ലുലു മലേഷ്യയിൽ പുതിയ സ്റ്റോറുകൾ തുറന്നത്. എന്നാൽ രാജ്യത്തെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി അവസാനിച്ചിരിക്കുന്നു എന്നാണ് മലേഷ്യയിലെ ലുലു ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി അവസാനിച്ചിരിക്കുന്നു എന്നാണ് ലുലു ഗ്രൂപ്പ് ഇപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിലും രാജ്യത്തെ മൊത്ത വ്യാപാര വിഭാഗം തുടർന്നും പ്രവർത്തിക്കുമെന്നും കമ്പനി വ്യക്തമാക്കി. തങ്ങളുടെ റീറ്റെയിൽ വിഭാഗം അടച്ചുപൂട്ടി, പക്ഷേ മൊത്ത വ്യാപാര വിഭാഗം പ്രവർത്തനം തുടരും. ലുലു ഗ്രൂപ്പിന്റെ മലേഷ്യൻ ഓപ്പറേഷൻ വക്താവിനെ ഉദ്ധരിച്ച് ദി എഡ്ജ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജൂൺ 9 തന്നെ ഫലപ്രദമായി പ്രവർത്തനം അവസാനിപ്പിച്ചതായുള്ള നോട്ടീസ് കൊലാപൂരിലെ ക്യാപ് സ്ക്വയറിൽ സ്ഥിതി ചെയ്തിരുന്ന ലുലുവിന്റെ മലേഷ്യൻ ആദ്യ ഔട്ട്ലെറ്റിന്റെ വാതിലിൽ പതിപ്പിച്ചിരുന്നു. അടച്ചുപൂട്ടലിന്റെ ഭാഗമായി ഈ വർഷം ആദ്യം മുതൽ തന്നെ ലുലു മലേഷ്യയിലെ ഔട്ട്ലെറ്റുകളിൽ വിവിധ പ്രൊമോഷനുകളും ക്ലിയറൻസ് വിൽപ്പനയും നൽകിയിരുന്നു. 2016 മലേഷ്യൻ റീറ്റെയിലിൽ ഒരു മാർക്കറ്റിലേക്കുള്ള ലുലു ഗ്രൂപ്പിന്റെ കടന്നുവരവ്. ആദ്യ ഔട്ട്ലെറ്റ് കോലാലംപൂരിൽ ക്യാപ് സ്ക്വയറിൽ തുറന്നതിനോടൊപ്പം 5 വർഷത്തിനുള്ളിൽ രാജ്യത്ത് പുതിയ 10 ഔട്ട്ലെറ്റുകൾ തുറക്കാനായി. 1.3 മില്യൺ റിംഗിറ്റ്, അതായത് ഏകദേശം $3000 മില്യൺ നിക്ഷേപിക്കുമെന്ന് കമ്പനി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ജോഹാർ ബാംബുരുവിലെ പുതിയ സ്റ്റോർ അടക്കം മലേഷ്യയിൽ ആകെ 6 റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ മാത്രമായിരുന്നു കമ്പനിക്കുണ്ടായിരുന്നത്. കോട്ട, ഭാരു, ഷാംലം, ബാഗി, അതോടൊപ്പം തന്നെ ഐപ്പോ, മലാക്ക, പനാഗ്, ക്വാല തുടങ്ങിയ സ്ഥലങ്ങളിലും പുതിയ ഔട്ട്ലെറ്റുകൾ തുറക്കാൻ ലുലു ആഗ്രഹിച്ചിരുന്നുവെങ്കിലും പദ്ധതികൾ പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. മലേഷ്യയിലെ ഹൈപ്പർ മാർക്കറ്റുകളുടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ ലുലു ഗ്രൂപ്പിനെ പ്രേരിപ്പിച്ച കാരണങ്ങൾ കൃത്യമായി വ്യക്തമല്ലെങ്കിലും തിരഞ്ഞെടുത്ത ഔട്ട്ലെറ്റ് ലൊക്കേഷനുകളിലെ കുറഞ്ഞ ഉപഭോക്തൃ സാന്നിധ്യം, മത്സരാധിഷ്ഠിത വിപണിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാത്തതുമാണ് പ്രധാന കാരണങ്ങളെന്നാണ് റീറ്റെയിൽ വ്യവസായ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഉദാഹരണത്തിന് ക്ലാക്ക് വാലിയിലെ ജാഖൽ KL അമേരിക്കൻ മാൾ, അതോടൊപ്പം തന്നെ ഷമീൽ മാൾ തുടങ്ങിയ മാളുകളിൽ ആളുകൾ വളരെ കുറഞ്ഞ തോതിൽ വരുന്ന മാളുകളായിരുന്നു. അവിടെയാണ് ലുലു സ്റ്റോറുകൾ തുറന്നത്. മലേഷ്യയ്ക്ക് പുറമെ ഇന്തോനേഷ്യയിലെ ലുലു ഗ്രൂപ്പിൻ്റെ ഒരു ഔട്ട്ലെറ്റും അടച്ചുപൂട്ടിയിരുന്നു. ബിസിനസ് ഇന്തോനേഷ്യ, ടേബോ എന്നീ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് മെന്റൽ പ്രവിശ്യയിലെ ക്യൂബ് BSD സിറ്റി ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിച്ചിരുന്ന ലുലു ഹൈപ്പർ മാർക്കറ്റാണ് ഏപ്രിൽ അവസാനത്തോടെ അടച്ചുപൂട്ടിയത്. ഈ ഔട്ട്ലെറ്റിന്റെ അടച്ചുപൂട്ടലിന് മുന്നോടിയായി ക്ലിയറൻസ്, അതോടൊപ്പം തന്നെ ഡിസ്കൗണ്ട് പ്രോഗ്രാമുകളും ലുലു ഗ്രൂപ്പ് സംഘടിപ്പിച്ചിരുന്നു. അതേസമയം GCC രാജ്യങ്ങളിലെയും ഇന്ത്യയിലെ പ്രവർത്തനങ്ങളിൽ ലുലു ഗ്രൂപ്പ് കൂടുതൽ ശക്തമാക്കുകയാണ്. GCC രാജ്യങ്ങളിലും ഏഷ്യയിലെ മറ്റ് പ്രദേശങ്ങളിലുമായി 259 ഔട്ട്ലെറ്റുകളാണ് ലുലു ഹൈപ്പർ മാർക്കറ്റിനുള്ളത്. ഇന്ത്യയിൽ കൊച്ചി, ബംഗളൂർ, ലക്നൗ, കോയമ്പത്തൂർ, തിരുവനന്തപുരം, പാലക്കാട്, ഹൈദരാബാദ്, കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് ലുലുവിൻ്റെ മാളുകളുള്ളത്. ഇതിനു പുറമെ അഹമ്മദാബാദിലടക്കം വലിയ മാളുകൾ ലുലു പണിതുകൊണ്ടിരിക്കുകയാണ്. അതായത് മലേഷ്യയിലടക്കം ലുലുവിനെ പറ്റിയ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് ഉപഭോക്താക്കൾ ഒന്നും തന്നെ വലിയ രീതിയിൽ സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ വരാത്ത മാളുകൾ, ഉപഭോക്താക്കൾ സന്ദർശിക്കാത്ത മാളുകളിലടക്കം ലുലു ഗ്രൂപ്പ് ചെന്ന് ഔട്ട്ലെറ്റ് തുറന്നത് അവർക്ക് വലിയ രീതിയിൽ തിരിച്ചടിയായി മാറി എന്നതാണ് വസ്തുത. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.